ഇനി സാക്ഷികൾ ഒപ്പിട. സ്വയം പ്രഭയ്ക്ക് ഇപ്പൊ സന്തോഷായില്ലേ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് സ്വപ്നമൊന്നുമല്ലല്ലോ. അല്ല, കമ്പ്യൂട്ടറിൽ അടിച്ച കളർ പ്രിന്റ് പോലെ സത്യമാണ്. അപ്പൊ ഇറങ്ങാം. ആ, ഞങ്ങൾ ഇറങ്ങട്ടെ. ഹാപ്പി മാരിഡ് ലൈഫ്. താങ്ക് യു സർ. മോളിങ് വന്നേ. 3 വേന്ദ്രന്മാരുള്ള ഒരു വീട്ടിലേക്കാ നീ ഇന്ന് കേറാൻ പോന്നെ. മനസ്സിലായില്ല അല്ലേ? ഇവൻ സുരേന്ദ്രൻ പാവ, ഒരു കുടുംബമായിട്ട് ജീവിക്കണമെന്ന് ആശയമുള്ളവനാ. ഇതിന് ഇളയ ഒരുത്തനുണ്ട് രാജേന്ദ്രൻ. വലിയ കുഴപ്പക്കാരനൊന്നുമല്ല, പക്ഷെ ചൂടൊരിത്തിരി കൂടുതലാ. ഇതിലൊക്കെ കൊടിമൂത്ത ഒരു വേന്ദ്രനാ നിന്റെ അമ്മായിയച്ഛൻ മഹേന്ദ്രൻ. ജീവിതത്തിൽ ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആളാ. അതുകൊണ്ട് മൊശടത്തരം ഇത്തിരി കൂടും, പക്ഷെ മനസ്സ് ശുദ്ധ. എല്ലാം സുരേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അതൊരു സത്രമാ. നീ വേണം അതൊരു കുടുംബമാക്കി എടുക്കാൻ. ഞങ്ങൾ ഇപ്പൊ അകത്തോട്ട് കയറുന്നില്ല. മോളെ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട്. രണ്ടാളും കൂടി ഒരു ദിവസം വീട്ടിലേക്ക് വരണം. ക്ഷണിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ വരും. സദ്യ ഒന്നും തന്നില്ലെങ്കിലും മാമ്പഴ പുളിശ്ശേരികൾ ഉണ്ടാക്കി വെച്ചേക്കണേ. കൊതിയൻ. അപ്പൊ ഞങ്ങൾ പോട്ടെ. സ്വയം ആരതി ഒഴിയാനോ കുരവീട്ട് സ്വീകരിക്കാനോ ഇവിടെ ആരുമില്ലെന്ന് അറിയാമല്ലോ. അതാണ് ജുറാസിക് പാർക്കിന്റെ പ്രധാന പ്രവേശന കവാടം. ഇവിടെ മുതൽ അങ്ങോട്ട് അപകട മേഖലയാണ്. ഏത് സമയത്തും ജുറാസിക് ചാടി വീഴാം. അതുകൊണ്ട് ബുദ്ധി ഒരു ശക്തിയാക്കുക, നാവ് നല്ല കത്തിയാക്കുക. പോകാമോ? പോകാം. വാ. സ്റ്റുഡിയോയിൽ എന്റെ കൂടെ ജോലി ചെയ്യുന്ന കുട്ടിയാ ഞാൻ കെട്ടി. ഈ കുട്ടി ഈ വീട്ടിൽ താമസിക്കാൻ പോവാ. പെട്ടിയും ചട്ടിയും തൂക്കി എറിഞ്ഞ് പട്ടിയെ പോലെ ഞങ്ങൾ ആട്ടി പുറത്താക്കരുത്. കാലി വീഴും. എന്റെ കാലം ആരും വീഴുന്ന എനിക്ക് ഇഷ്ടമല്ല. അച്ഛൻ, പേടിക്കല്ലേ, മക്കള്, മരുമക്കള്, അങ്ങനെയുള്ള സ്വന്തം ബന്ധങ്ങളൊന്നും എനിക്കില്ല. ഞാൻ അവരെ അനുഗ്രഹിക്കാറുമില്ല. പിന്നെ എന്നെ അച്ചായിച്ചൊന്നും വിളിച്ചേക്കരുത്. അഥവാ എന്തെങ്കിലും വിളിക്കേണ്ടി വന്നാലോ? തമ്പി സാറെന്ന് വിളിച്ചാ മതി. നിക്കോ പോകോ ചാകോ എന്ത് വേണേ ചെയ്യാം. എന്നാ നമുക്ക് ചാവാം. അല്ല, അകത്തേക്ക് പോവാം. അവിടെ തന്നെ. എന്താ പേര്? എന്തായാലും മരുമോളുടെ പേരറിയാൻ ആഗ്രഹമില്ലാതിരിക്കില്ലല്ലോ അല്ലേ ചാ? അതെ. അല്ല, ആഗ്രഹം കൊണ്ട് ചോദിച്ചല്ല. പിന്നെ വല്ല പോലീസുകാരൻ തിരക്കി വരുവാണെങ്കിൽ ഒന്ന് വിളിക്കണ്ടേ? എന്റെ എന്നെ ആരും വിളിക്കണ്ട. അഥവാ വിളിക്കണമെങ്കിൽ തന്നെ സ്വയം പ്രഭയെന്ന് വിളിക്കേ വേണ്ട. മോളേന്നോ മരുമോളേന്നോ വിളിക്കാമെങ്കിൽ മാത്രം വിളിച്ചാ മതി. അച്ഛൻ ചമ്മി. കാപ്പി ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ. ഞാൻ ഈ കുടുംബത്തിലേക്ക് വന്നിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കിയതാ. ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും തരേണ്ടത് എന്റെ കടമ. കുടിക്കുന്നതും കുടിക്കാതിരിക്കുന്നതും അവരവരുടെ മര്യാദ. One minute. എന്തിനാ ഇത്? ഒരു കാപ്പിക്ക് സാധാരണ 2 രൂപയാ കൊടുക്കാറ്. അത് കൊടുക്കണമെന്ന് എനിക്ക് നിർബന്ധമാണ്. വാങ്ങേണ്ടത് നിങ്ങളുടെ കടമയും. ഇതാ. അയ്യോ സാർ, ദയവേദി വീടൊരു ഹോട്ടലാക്കരുത്. ആരോരും ഇല്ലാത്തൊരു അനാഥയാണ് ഞാൻ. കുടുംബത്തിൽ ജീവിക്കാൻ കൊതിച്ചു വന്നതാ. സെന്റിമെന്റ്സ് വേണ്ട. ഒരുപാട് സെന്റിമെന്റ്സ് കണ്ടവനാ ഞാൻ. അച്ഛൻ, അമ്മ, ഭാര്യ, മക്കള് എല്ലാം വെറും അഭിനയമല്ലേ. അപ്പപ്പ കണക്ക് തീർത്തില്ലെങ്കിലേ അവകാശം പറയും. എനിക്ക് ആരുടെ ഔദാര്യം വേണ്ട. പണം മേടിക്കാവുന്നുണ്ടെങ്കിൽ മാത്രം
മേലെ കാപ്പി ചായ കൊണ്ടുവന്നാ മതി. വൺ മിനിറ്റ്. അതെ, ഇനി മുതൽ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കണമെന്നില്ല, ഞാൻ ഇവിടെ ഉണ്ടാക്കാം. സമയമാകുമ്പോൾ ഡൈനിങ് ഹാളിലോട്ട് വന്നാൽ മതി. പിന്നെ സാധാ ഊണ് 5 രൂപ, സ്പെഷ്യൽ ഊണ് 10 രൂപ. റൂമിൽ കൊണ്ടുവന്ന് വിളമ്പി തരണമെങ്കിൽ 15 രൂപയാവും. അങ്ങനെ കഷ്ടപ്പെട്ട് കാട്ടുവള്ളി പറിച്ചെടുത്ത് വലിയൊരു വീടുണ്ടാക്കി. ആ, അല്ലെന്ന് പിന്നെ കൊരങ്ങച്ചൻ. എന്നിട്ട് പറ. എന്നിട്ട് ഉണ്ണി, എന്ന് മതി, വാ വാ വാ. ഞാൻ മുത്തശ്ശിയുടെയും കൂടെ കടന്നോളാം. ആ കുശാലായി. എന്നിട്ട് വേണം മുത്തച്ഛന്റെയും മുത്തശ്ശിയുടെയും പള്ളക്കിട്ട് ചവിട്ടാൻ. ഞാൻ ചവിട്ടില്ല. ചവിട്ടില്ല. അവൻ ഇവിടെ കിടന്നോട്ടെ ശ്യാമളെ. വേണ്ടമ്മേ, ഉറക്കില്ല രണ്ടാളെയും. ഞാൻ ഉറക്കും അല്ലേ മുത്തശ്ശ? പിന്നെ ഉണ്ണി, പറഞ്ഞാലനുസരിക്കണം. മോൻചെല്ല്, നല്ല കുട്ടിയല്ലേ. ശരി. ഗുഡ് നൈറ്റ് മുത്തശ്ശ. ഗുഡ് നൈറ്റ്. അതൊക്കെ ആ ഉമ്മ. ഗുഡ് നൈറ്റ് മുത്തശ്ശി. ഗുഡ് നൈറ്റ്. ആ, അപ്പൊ ബാക്കി കഥ നാളെ കേട്ടോ മുത്തശ്ശ. ഓ ഉത്തരവേ. എന്ത് നുണക്കഥയായിരുന്നു. മുത്തച്ഛനും കൊച്ചുമോനും കൂടി. കൊരങ്ങച്ചൻ വീടുണ്ടാക്കിയ കഥ. ഓ, കാടുവെട്ടി വീടുണ്ടാക്കിയിട്ടേ എന്റെ പൂപ്പ നാട്ടിലെന്തിന് ചാടി നടപ്പൂ നീ. കുടിക്കേ. അയ്യോ, മുഴുവനും കുടിച്ചല്ലേ? സന്തോഷായില്ലേ? പിന്നെ സന്തോഷം കൊണ്ട് എന്റെ കണ്ണങ്ങ് നിറഞ്ഞു പോയി. എന്നാ ഈ ഗ്ലാസ് മുടങ്ങ് തിന്നു. അയ്യോ വേണ്ട, വായ മുറിയും. അയ്യോടാ, ഒരു തുള്ളി പോലും ബാക്കി വെക്കാതെ മുഴുവനും ഒന്ന് കുടിച്ചു. പകുതി എനിക്കാണെന്നൊന്നും അറിഞ്ഞൂടെ? അയ്യോ ഞാൻ മറന്നു കേട്ടോ. ഇതുവരെ ഒന്നും പങ്കിട്ട് ശീലമില്ലാത്തോണ്ടാ. സോറി. ഇന്നത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു. നാളെ മുതൽ മറന്ന എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. പേടിച്ചോ? ഇല്ല, പേടിക്കുമായിരുന്നു. എന്തിനാ ഇങ്ങനെ വേറൊരാൾ കുടിച്ച എന്റെ പാതി കുടിക്കണേ? വേറൊരു ഗ്ലാസ് എടുത്ത് അതിൽ കുറച്ച് പാലൊഴിച്ച് സ്വയം കുടിക്കാലോ. മേനോ, നിങ്ങൾ പറഞ്ഞു കേട്ടില്ലേ? ഇന്നു മുതൽ നമ്മൾ രണ്ടല്ല, ഒന്നാ. ആണോ? സുരേന്ദ്രൻ പാതി, ഈ സ്വയംപ്രഭ പാതി. താൻ പാതി, ദൈവം പാതി എന്ന് പറയണ പോലെ. അങ്ങനെ തന്നെ. സുഖമായാലും ദുഃഖമായാലും പങ്കുവെക്കാൻ ഇന്നു മുതൽ സുരേട്ടൻ ഒരാളും കൂടിയുണ്ട്. ഈ സ്വയംപ്രഭ സുരേന്ദ്രൻ. എന്റെ സ്വയം സ്വയം. സുരേട്ടാ, അയ്യോ, ആരായി പാതിരാക്ക്? മാലാഖമാരും ദേവതമാരും. അയ്യോ, അതല്ല ചോദിച്ചത്. പുറത്ത് കോളിപ്പല്ലടിക്കുന്ന കേട്ടില്ലേ? അയ്യോ, അതിവിടുത്തെ 3ാമത്തെ വേന്ദ്രനാ. ആരാ? രാജേന്ദ്രനോ? തോന്നുമ്പോ വരും, തോന്നുമ്പോ പോവും. സ്വയം വായലുറന്നു കൊടുക്ക. പിന്നെ അച്ഛന് കൊടുത്തോലെ നല്ല 2 ഡോസ് അവനും കൊടുത്തേക്ക. സ്വയംപ്രഭ കേട്ടത്തിമ്മ. കേറാൻ വരട്ടെ. ഇപ്പൊ സമയം എത്രയെന്നറിയോ? അതെ, കോളേജ് വിട്ടിട്ട് എവിടെ ചുറ്റി നടക്കുമായിരുന്നു? ഇത് കോടതിയൊന്നുമല്ലല്ലോ. എന്ന് തോന്നുമ്പോ ഒന്ന് കേറാന്നോ? പിന്നെ ഈ ഏട്ടത്യം വേണമെന്നുള്ള അധികാരം എന്നോട് കാണിക്കണ്ട. എന്നെ അങ്ങനെ ആരും ഭരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. അയ്യോ വേണ്ടായേ. പക്ഷെ ഞാനും എന്റെ ഭർത്താവും കൂടെ ഒരു കുടുംബമായിട്ട് താമസിക്കുന്ന സ്ഥലമായത്. പച്ച പാതിരാക്കി വന്ന് ഇങ്ങനെ കിറോന്ന് ബെല്ലടിക്കുന്നതേ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. മാത്രമല്ല, പ്രായമായ ഒരു മനുഷ്യനെ ഉറക്കത്തിൽ ഉപദ്രവിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. ഇന്നത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു. നാളെ മുതൽ 10 മണിക്ക് മുമ്പ് എത്തിയില്ലെങ്കിൽ വരാന്തേ കിടക്കേണ്ടി വരും. കേറിയേട്ടാ. അതെ, സുഖമായിട്ട് കയ്യും വീശി അങ്ങ് പോവാണോ? എന്നാ വാതിലടച്ച് കുറ്റിയിട്. ചെല്ലേ.
രാധികേ, നല്ല കക്ഷിയാ. എനിക്ക് എക്കണോമിക്സിന് ട്യൂഷൻ എടുക്കാന്ന് പറഞ്ഞ് മുങ്ങിട്ട് ഞാൻ ഇത്തിരി തിരക്കിലായിരുന്നു. ഞാൻ പോട്ടേടി. അയ്യോ, നിൽക്കുന്നോണ്ട് വിരോധമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടല്ല. എന്തിനാ വിളിച്ചത്? കാര്യമുണ്ട്. രാധികയുടെ അച്ഛൻ എന്നോട് ഇങ്ങനെ ചതി കണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ചതിയോ? ആ, ഓൾറെഡി വീട്ടിലൊരു ജുരാസിക് ഉള്ളവർ അറിയാലോ. അതിന്റെ കൂട്ടത്തിൽ ഒരു ഹിപ്പോപ്പൊട്ടാമസിനെ കൂടെ കൊണ്ടു നടക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ചിരിക്കണ്ട, ഞാൻ കാര്യമായിട്ട് പറഞ്ഞു തന്നെ. 10 മണി കഴിഞ്ഞാ വീട്ടിൽ കയറ്റില്ല അത്രേ. വാണിങ്ങി എന്നിരിക്കേ. നന്നായി പോയി. നിങ്ങളെയൊക്കെ ചട്ടം പഠിപ്പിക്കണെങ്കിലേ ഇങ്ങനെ ഒരാളില്ല, അത് പറ്റില്ല. പക്ഷെ എന്റെ തനി സ്വഭാവം അവർക്കറിയില്ല. അധികം ഭരിക്കാൻ വന്നാലേ ഏട്ടത്തമ്മയാണെ ഞാൻ നോക്കൂല. അവരൊരു പാവാന്ന് അച്ഛൻ പറഞ്ഞേ. അല്ലെങ്കിൽ രാധികയുടെ അച്ഛൻ ആരാ പാവം അല്ലാതെ? രാജേട്ടനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പൊയ്ക്കൂടെ? എത്ര കാലം വെച്ചാ നിങ്ങൾ ഇങ്ങനെ അച്ഛനും മക്കളും ലോഡ്ജ് താമസിക്കുന്ന പോലെ ഇങ്ങനെ കഴിയണേ? അല്ല, എന്റെ ട്യൂഷന് പ്രശ്നം എന്തായി? ഞാൻ പറഞ്ഞല്ലോ. എപ്പോ? എക്സാം കഴിഞ്ഞിട്ടോ? അത് പിന്നെ ഇന്ന് തന്നെ തുടങ്ങിയാലോ? ഇന്നോ? ആ, എന്താ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഭൂതോദയം? കാര്യമുണ്ട്. ട്യൂഷൻ എന്റെ വീട്ടിൽ വെച്ചാ ഇപ്പൊ പൊട്ടാമസിലോട്ട് കൊട്ടു കൊടുക്കാൻ ചിലപ്പോ ഒരു ചാൻസ് കിട്ടുകയും ചെയ്യും. അയ്യോ, ഉടക്കാനാണോ? അതൊക്കെ പറയാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചൂടെ? നോക്കൂത്തിയപ്പോഴല്ലോ ഞാനിവിടെ. അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? ഇപ്പോഴത്തെ UKG പിള്ളേർക്ക് ഹോംവർക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ബാക്കിയുള്ള കിടന്ന് മുട്ടയിടുക. പിന്നെ അച്ഛൻ ഇവർക്ക് എന്ത് പറഞ്ഞു കൊടുക്കാനാ? ഓ അച്ഛാ, പണ്ടത്തെ കാലമൊന്നും അല്ല. കോളേജിൽ പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ സംശയം ചോദിക്കുന്ന പറയുന്ന വലിയ ആന കാര്യമൊന്നുമല്ല. എന്തായാലും പാർക്കിലും ബീച്ചിലേക്കൊന്നും അല്ലല്ലോ പോയത്, തമ്പിസാറിന്റെ വീട്ടിലേക്കല്ലേ. അവിടെയാണെങ്കിൽ പ്രഭചേച്ചി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. രാധിക നമുക്കറിഞ്ഞൂടെ? അച്ഛൻ തന്നെ അവളിങ്ങനെ മോശമാക്കാന്ന് വെച്ചാ. തീർന്നോ ഉണ്ടേ പറ. ഇനി ഏതെങ്കിലും ഞാൻ ജോലി പറ്റ വെച്ചിട്ടുണ്ടോ? പറ. മേന്നെ വരൂ. ഇങ്ങനെ ബഹളം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ ഒരു ചെറുപ്പക്കാരനെ മുറി നിറങ്ങി വരണണ്ട, പൂട്ട് തൊടണം. തന്റെ മക്കള് തന്നോളായ താനെന്ന് വിളിക്കണമെന്നാ പറയാ. ദേ, അവള് നമ്മുടെ കുട്ടിയല്ലേ. ഇങ്ങനൊരു തെറ്റ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? അടിച്ചോ? കഷ്ടായി. മോളെ, രാജേന്ദ്രൻ ചീത്തയാണെന്നല്ല അച്ഛൻ പറഞ്ഞത്. നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മൾ സൂക്ഷിക്കണം. നിനക്ക് പറഞ്ഞു തരാനുള്ള പഠിപ്പൊന്നും അച്ഛനില്ല. പഴയ മെട്രിക്കുലേഷനാ. നാട്ടുകാരെ കൊണ്ട് അതും ഇതൊന്നും പറയിപ്പിക്കാൻ ഇടവരുത്താതെ കൊള്ളാവുന്ന ഒരുത്തന്റെ കൂടെ നിന്നെ പറഞ്ഞയച്ചിട്ടേ വിളിക്കാവൂന്ന് പ്രാർത്ഥിച്ച് അടക്ക അച്ഛൻ. മണി 10 എന്താ പറ്റിയേക്കണാവോ? അമ്മേ, ദേ വരുന്നുണ്ട്. കൂടുതൽ എന്താ പറ്റിയെന്നാ തോന്നണേ. ചില്ലറ വെയിറ്റ് ഒന്നും അല്ല. എന്റെ ഈശ്വര, എന്ത് പറ്റി? ഒക്കെ ഇവിടെ തന്നെ വിശദീകരിക്കണോ? ഏട്ടൻ പൊയ്ക്കോ, ഞങ്ങൾ വെച്ചോളാം. പിടിക്കച്ച. ബാക്ക് വീല് സ്റ്റക്കായിന്നാ തോന്നണേ. അയ്യോ, അവൻ ആകെ ദേഷ്യം പിടിച്ച് പോയിരിക്കാ. ചെന്ന് പോലും വിളമ്പിക്കൂടെ. വണ്ടിക്ക് എന്താ പറ്റിയത്? പറ്റിയതല്ല, പറ്റിച്ചതാ. എന്താന്ന് പറ. അതൊക്കെ പിന്നെ പറയാം. അയ്യോ, ഇവിടെ തിരുമ്മിയ മോളെ. ശരിയാ, വല്ല പിണ്ണ തലയോട്ടൊന്ന് ആവി പിടിക്കണം, അല്ലെങ്കിൽ കൈ പോക്കാൻ പറ്റില്ല. നീ ഒന്നും തിരുമ്പി തരണേ. എന്താടി അച്ഛൻ പറഞ്ഞോണ്ട് തന്നെ ഒന്നും ചെയ്യുന്നില്ല. അയ്യോ, പട്ടികൾക്കൊക്കെ നല്ല പോരായി. കുറച്ച് കൊതി തീർന്നിട്ടുണ്ടാവും. 4-5 കിലോമീറ്റർ തള്ളി മനുഷ്യന്റെ ഊപ്പാട് വന്നു പോയി. വണ്ടിയല്ലേടാ, ചിലപ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതല്ലമ്മേ, ഞാനെന്തിനാ ഇനി ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വണ്ടി ഓടിക്കണേ? പിന്നെ ജോലിക്ക് പോണ്ടേ? വണ്ടി ഓടിച്ചോടിച്ച് ചങ്ക് കലങ്ങി തുടങ്ങി. ബസ്സിൽ പോവാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞോണ്ടല്ലേ അച്ഛൻ വണ്ടി മേടിച്ചു തന്നത്? അതുകൊണ്ട് എന്താ കാര്യം? വണ്ടിയുടെ അവസ്ഥ കണ്ടില്ലേ? ഇത്ര നാളും അങ്ങനെ തന്നെ അല്ലേടാ പോയത്? ഇത്ര നാളെന്ന് പറഞ്ഞ അച്ഛൻ ഇവിടെ ജോലി ഉണ്ടായിരുന്നു. ഇപ്പൊ അച്ഛന് ജോലി ഇല്ലല്ലോ. ചങ്ങനാശ്ശേരി തന്നെ ഒരു വീടെടുത്ത് മാറി താമസിച്ചാലോ എന്ന് ആലോചിക്കാം. മാറി താമസിക്കാനോ? വാടകയ്ക്കോ? നീ എന്തൊക്കെയാ ഈ പറയണേ? വാടകയ്ക്കല്ല, പിന്നെ പറ്റിയൊരു വീട് വാങ്ങിക്കോ പണിയോ എന്തെങ്കിലും ചെയ്യാം.
അച്ഛനമ്മ എന്റെ കൂടെ പോരെ, ഞാൻ നല്ല പൊന്നു പോലെ നോക്കിക്കോളാം. പിന്നെ രാധയ്ക്കാണെങ്കിൽ അവിടെ നിന്ന് പഠിക്കുകയും ചെയ്യാം. കാര്യമൊക്കെ കൊള്ളാം, പക്ഷേ ഇതിനൊക്കെ എവിടുന്നാ പണം? അച്ഛന് കിട്ടിയ രൂപയില്ലേ? അതിന്ന് 50,000 രൂപ സുമിത്ര ചോദിച്ചിരിക്കുക. ബാലിന് എന്തോ ബിസിനസ് തുടങ്ങാൻ. ആവശ്യമുള്ളപ്പോ തിരിച്ചു തരാന്നാ പറയണേ. ബാക്കി 1 ലക്ഷം ഇല്ലേ അമ്മേ? അതുകൊണ്ട് വീട് കിട്ടൂടാ. ഓരോരുത്തരും ലോൺ എടുക്കാം. അതിപ്പോ അച്ഛൻ എന്താ തീരുമാനിച്ചിരിക്കണേന്ന് അറിയില്ലല്ലോ. രാധയ്ക്ക് ആലോചന എന്തെങ്കിലും വന്നാ? അവക്ക് അതിനു വേണ്ടി വലിയ പ്രായമൊന്നും ആയിട്ടില്ലല്ലോ അമ്മേ. എപ്പോഴാവശ്യം എന്ന് വെച്ചാൽ ഞാൻ തിരിച്ചു തന്നേക്കാം. ഇല്ലെങ്കിൽ ശമ്പളം കിട്ടുമ്പോൾ ഒരു തുക ചെയ്ത് അച്ഛന്റെ പേര് ബാങ്കിൽ ഇട്ടോളാം. ഞാൻ അച്ഛനോട് പറയാം. ചെന്ന് പറ. തലവേദന എന്ന് പറഞ്ഞ് ലീവ് എടുത്തിട്ട് വെയിലത്തിറങ്ങി നടക്കുക. ഇപ്പൊ കുറച്ച് കുറവുണ്ട്. ഏട്ടൻ സിറ്റിയിൽ വീട് വെച്ച് അച്ഛനെ അമ്മയെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പോണെന്ന് കേട്ടു. അതൊന്നും തീരുമാനിച്ചിട്ടില്ലടാ. ഇനി പോയാൽ തന്നെ ഞങ്ങള് സ്ഥിരമായിട്ട് അവിടെ നിൽക്കാനൊന്നും പോണില്ല. കുറച്ചു ദിവസം അവന്റെ കൂടെ, കുറച്ചു ദിവസം നിന്റെ കൂടെ മാറി മാറി നിൽക്കാം. എന്താ? ഞാനും സിറ്റിയിൽ ഒരു വീട് വെച്ചാലോ എന്ന് ആലോചിക്കുക. നിനക്ക് ഈ വീടില്ലേ? ഓ, എനിക്കെന്തിനാ ഈ പഴഞ്ചൻ വീട്? ഞാനും ഏട്ടനെ പോലെ 10-25 കിലോമീറ്റർ പോയിട്ടല്ലേ ജോലി ചെയ്യണേ. നല്ല മോഡേൺ സ്റ്റൈലിൽ സിറ്റിയിൽ ഒരു വീട് വെക്കണമെന്ന് എനിക്കുമില്ലേ മോഹൻ. അതിനിപ്പോ എവിടുന്നാ പണം? അച്ഛന് കിട്ടിയത് എത്രയാന്ന് നിനക്കറിയാലോ. അത് സുമിത്രയും ഹരിയും കൂടി ചോദിച്ചിരിക്കുക. ഈ വീട് വിൽക്കാം. എത്ര കൊല്ലം പഴക്കമുള്ളതാ? ഏത് കാറ്റത്താ ഇടിഞ്ഞു വീഴുന്നെന്ന് വല്ല നിശ്ചയമുണ്ടോ? മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും അസ്ഥിത്തറ ഇവിടെയല്ലേ ഉള്ളത്. അത് വിട്ടിട്ട് പോവാൻ അച്ഛൻ സമ്മതിക്കുമെന്ന് തോന്നണില്ല. അമ്മ പറഞ്ഞ അച്ഛൻ കേൾക്കാണ്ടിരിക്കില്ല. ഞാൻ പണിയണ വീട്ടില് അച്ഛനും അമ്മയ്ക്കും നല്ല സ്റ്റൈലിനൊരു ബെഡ്റൂം. അതല്ല, രാധയുടെ കാര്യത്തിന്. അതിന് ഞങ്ങൾക്കും കൂടി ഉത്തരവാദിത്വം ഇല്ല അമ്മേ. ശമ്പളം കിട്ടിയ മാസം 500 രൂപ വെച്ച് അച്ഛന്റെ പേരിൽ ബാങ്കിൽ ഇട്ടിട്ട് ഞാൻ വീട്ടിൽ കയറൂ. എന്തായാലും അച്ഛനോടൊന്ന് ചോദിക്കട്ടെ. ചോദിച്ചാ പോരാ, സമ്മതിപ്പിക്കണം. ശക്തി പറഞ്ഞ ശിവൻ കേൾക്കാണ്ടിരിക്കോ? ഭർത്തൃദുഃഖോപശാന്തിക്കു കിഞ്ചിൽ തോയാ കർത്തവ്യമായൊരു കർമ്മമെന്നായി വരും. സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക. എന്താ അത്? അലുവേ? മേന്ന് അലുവ കടയിന്ന് വാങ്ങാനല്ലേ പറ്റൂ. എനിക്കിത് വീട്ടിലുണ്ടാക്കാൻ പറ്റും. എന്താ പതിവില്ലാണ്ടത്? കുട്ടികളറിയാതെ നമുക്ക് രണ്ടാൾക്ക് മാത്രം കുറച്ചുണ്ടാക്കിയതാ. കുട്ടികൾ അറിയണ്ടേ? അയ്യേ, തനിക്കിത് എന്തു പറ്റി? ഈ പ്രായത്തിൽ ഇങ്ങനെ നമുക്ക് മാത്രമായിട്ടൊരു മധുരം ഉണ്ടോ? ഈ ചിരിയിൽ എന്തോ കള്ളത്തരം ഉണ്ടല്ലോ. എനിക്കറിയാം, മേന്ന് ഇങ്ങനെ പറയുള്ളൂന്ന്. അച്ഛന് കിട്ടിയ പണത്തിന് മക്കള് ചില പദ്ധതികളൊക്കെ കൂട്ടണുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു അച്ഛന്റെ തീരുമാനം എന്താണെന്ന് അറിഞ്ഞൂടല്ലോ എന്ന്. അതെന്താ താൻ അങ്ങനെ പറഞ്ഞത്? 250 റുപ്യ ശമ്പളക്കാരനായിട്ടാ ഞാൻ തന്റെ കൈക്ക് പിടിച്ചത്. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് മാത്രമായിട്ടൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ടോ? ശമ്പളം കൊണ്ടുവന്ന് ഏൽപ്പിക്കണമല്ലാതെ എന്തെങ്കിലും കണക്ക് ഞാൻ ചോദിച്ചിട്ടുണ്ടോ? ഓണമായാലും വിഷു ആയാലും കല്യാണം ആയാലും പിറന്നാളായാലും ബഡ്ജറ്റ് ഇടുന്നതും തീരുമാനം എടുക്കുന്നതും ഒക്കെ താനല്ലേ? നാളെ തന്നെ ആ രൂപ മുഴുവൻ തന്നെ കൊണ്ടുവന്ന് ഏൽപ്പിക്കാം. എന്താ വേണ്ടെച്ചാ ചെയ്തോളൂ. കുട്ടികളുടെ പദ്ധതികൾ എന്താണെന്ന്
അറിയണ്ടേ? അച്ഛൻ വല്ല എതിരും പറയൂന്നാ എന്റെ പേടി. നീ മനസ്സമാനായിട്ട് കിടന്ന് ഉറങ്ങ. അതൊക്കെ അമ്മ പറഞ്ഞ് സമ്മതിപ്പിച്ചോളൂ. വീട് വിൽക്കാൻ പറ്റില്ലെന്ന് അച്ഛൻ പറഞ്ഞ എന്താ ചെയ്യാ? കോടതിയിൽ കേസൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. അച്ഛന്റെ സ്വന്തം സമ്പാദ്യല്ലേ, ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. അല്ല, നീ നിയമവും വകുപ്പൊക്കെ എവിടുന്നാ പഠിച്ചേ? ഓ, ഇതൊക്കെ അറിയാൻ വക്കീലിന് പഠിക്കൊന്നും വേണ്ട. ഈശ്വര, അച്ഛന് നല്ല മനസ്സ് തോന്നിയാ മതിയായിരുന്നു. ഓക്കെ, അപ്പോ മാസം ഏതാണ്ട് 1000 റുപ്യയോളം നമ്മുടെ കൈ വരും. വിഷുക്കൈനീട്ടം കൊടുക്കാനോ പിറന്നാൾ സമ്മാനം വാങ്ങാനോ അത് ധാരാളം. വേണമെങ്കിൽ ചോറ്റാനിക്കരയിലോ ഗുരുവായൂരിലോ എവിടെ വെച്ചാ ഇഷ്ടം പോലെ പോയി തൊഴിയാവാം. പിന്നൊരു കാര്യം, കുട്ടിയോട് നമുക്കൊരുക്കുന്ന സ്റ്റൈലൻ ബെഡ്റൂമിൽ വന്ന് ഇടയ്ക്ക് എനിക്ക് കാലുരുമി തരണം, മുറുക്കാനെടുത്തു തരണം. മുറുക്കാനോ? നിർത്തിയ ദുശീലങ്ങളൊക്കെ പിന്നെയും തുടങ്ങാൻ പോവാ. ഓ, മനുഷ്യനായ എന്തേലും ഒരു ദുശീലം വേണോടോ? അതൊന്നും ഇനി വേണ്ട. ആ, വേണ്ടെങ്കി വേണ്ട. പക്ഷേ ദിവസം ഒരു 2 മണിക്കൂറെങ്കിലും എന്നോടിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം. ഒരു പ്രായം കഴിഞ്ഞാ പിന്നെ വെറുതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനാടോ ഒരു സുഖം. പിന്നെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് അലുവയോ ഉണ്ണിയപ്പോ ഒക്കെ ഉണ്ടാക്കുക, ഒരു നിവേദ്യം പോലെ. ആ, പിന്നെ കുട്ടികളുടെ വീട് പണിയും രാധികയുടെ മംഗല്യം ഒക്കെ മംഗളമായിട്ട് നടന്ന ഗുരുവായൂർ വന്ന് കുളിച്ചു തൊഴാവുന്ന നേർന്ന് ഒരു 101 റുപ്യ എടുത്ത് കിഴിയേറ്റി വെക്കുക. അതൊക്കെ ഞാൻ എടുത്തു വെച്ചു കഴിഞ്ഞു. ആഹാ, എന്നാ ഇനി ഇത്തിരി മധുര.